ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് വി.എസിനെ പരിചരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വി.എസ്. തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ചെറിയ തോതിൽ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ്, ഒരു ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. പിന്നീട് ചെറിയ തോതിൽ ഒരു ഹൃദയാഘാതവും ഉണ്ടായി. എന്നാൽ ആദ്യം നില അല്പം വഷളായിരുന്നുവെങ്കിൽ പോലും പിന്നീട് മരുന്നുകളോട് വി.എസിൻ്റെ ശരീരം അല്ലെങ്കിൽ വി.എസ്. പ്രതികരിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ സ്റ്റേബിളായി തന്നെയാണ് വി.എസിൻ്റെ നില, ആരോഗ്യനില മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അല്പനേരം മുൻപേ ഇറക്കിയിട്ടുള്ള ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ഉൾപ്പെടെ പറയുന്നത്. ഈ നെഫ്രോളജിസ്റ്റ്, യൂറോളജിസ്റ്റ്, അതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റ് അടക്കമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ളൊരു വിദഗ്ധ ചികിത്സാ സംഘമാണ് അല്ലെങ്കിൽ വിദഗ്ധ സംഘമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് നിലവിൽ വി.എസിൻ്റെ ആരോഗ്യനില മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം CPM-ൻ്റെ ജനറൽ സെക്രട്ടറി M.A. ബേബി, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, അതുപോലെ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള എളമരം കരീം, T.P. രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ആശുപത്രിയിലെത്തി വി.എസിനെയും വി.എസിൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാം സന്ദർശിക്കുകയുണ്ടായി. കാര്യങ്ങളെല്ലാം ഈ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള ആളുകളുമായി കാര്യങ്ങളെല്ലാം ഇല്ലെങ്കിൽ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും നിലവിൽ വി.എസിൻ്റെ നില വലിയ കുഴപ്പമില്ലാതെ, അതായത് സ്റ്റേബിളായി തന്നെ തുടരുകയാണ്. അസിത, ശരി, കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.